ടോണിയുടെ ഫ്രണ്ടാണോ? ആ അതെ. ബാഗിങ് തന്നേ, ഞാൻ പിടിച്ചോളാം. കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം. താമസിച്ചപ്പോൾ ഞാൻ കരുതി ഇന്ന് വരില്ലായിരിക്കുമെന്ന്. ഓ, താക്കോലേൽപ്പിക്കണമെന്ന് ടോണി പറഞ്ഞിരുന്നു. ടോണിയുടെ ആരാ നിങ്ങൾ? അവൻ്റെ പപ്പയുടെ ഒരു പഴയ സുഹൃത്താണ് ഞാൻ. ഇപ്പോൾ ഈ വീടും പറമ്പും നോക്കുന്നത് ഞാനാ. ഇവിടെ ഇത് മാത്രമേ നല്ല റൂമുള്ളൂ. നിങ്ങൾ റൂം നോക്ക്, ഞാൻ പുറത്തുണ്ട്. നിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ? ഓ, അതിനെന്താ, 9744507862. പ്രൈവറ്റ് നമ്പറോ? ഹലോ ഹലോ. ഇന്നു രാത്രി 12 മണിക്ക് മുൻപ് നിന്നെ ഞാൻ കൊല്ലും. കൊല്ലൂന്നോ? ഹലോ, ഇതാരാണ്? ഓ, ആ ഹലോ, ഡാ ടോണി, ഞാൻ എത്തി. നിന്റെ വീട് കൊള്ളാട്ടോ. നിന്നെ പരിചയപ്പെടാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുക. നീ വേഗം വാവുന്നു. ഡാ, അതിനൊക്കെ ഇനിയും സമയമില്ലടാ. ഒന്ന് വേഗം വാ. നീ ഇവരിവിടെ 1-ാം സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് ബഹള. നീ വന്നിട്ട് പോകാന്ന് പറഞ്ഞു. എടാ, എന്നാ അവർ പൊക്കോട്ടെ, ഞാൻ പിന്നെ പരിചയപ്പെട്ടോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇനിയൊന്നും പറയണ്ട. നീ 1 മണി ആകുമ്പോഴേക്ക് എത്തിയേക്കണം. ടൗണിൽ എത്തിയിട്ട് വിളിക്ക്. ശരി എന്നാൽ. ആ ശരി. ട്രെയിനിൽ വെച്ചാ ഞാൻ ആദ്യമായിട്ട് അവനെ പരിചയപ്പെടുന്നത്. വെറും പാവാ. അന്ന് ഫോൺ നമ്പർ പോലും പരസ്പരം വാങ്ങാൻ പറ്റിയില്ല. പിന്നെ ചെന്നൈയിൽ CS-ൻ്റെ കോച്ചിങ്ങിന് പോയപ്പോൾ അവൻ എൻ്റെ റൂംമേറ്റായി കിട്ടി. ആദ്യത്തെ മാസം അവിടെ ഹെൽപ്പൊക്കെ ചെയ്തു തന്നത് അവനാ. എന്നിട്ട് കക്ഷി എവിടെ? 10 മണി മുതൽ കാത്തിരിക്കുന്നതാ ഇവിടെ. കൂടിപ്പോയാൽ 1 മണി. പിന്നെ ഞാൻ തിയേറ്ററിലേക്ക് പോവുകയെ പറഞ്ഞേക്കാം. അടങ്ങടാ, അവൻ ഇപ്പോൾ വരും. ട്രെയിൻ ലേറ്റായിരുന്നു, അതുകൊണ്ട് അവൻ എത്താനും വൈകി. അവൻ്റെ പേരെന്താന്നാ പറഞ്ഞേ? ഹർഷൻ. ഡാളിയ, സമയം 1 ആയി. ഞാൻ പോവാ. നിങ്ങൾ വരുന്നുണ്ടോ? എന്നാൽ നിങ്ങളങ്ങ് വിട്ടോ, ഞാൻ അവനെയും കൂട്ടി അങ്ങ് വന്നേക്കാം. ഇനി എപ്പോഴാടേ? പടം കഴിഞ്ഞിട്ടാ. വാടാ, നമുക്ക് പോവാം. പോടേ പോടേ. ഡാ, എവിടെടാ? ഒന്ന് പെട്ടെന്ന് വാ നീ. ആ ഡാ, തടിയൊക്കെ വെച്ചല്ലോടാ. പിന്നെ നിനക്ക് വേറെ ഒരു പണിയില്ലടാ? എന്താടാ? ഓ, ഒന്നും മനസ്സിലാകാത്ത പോലെ. 12 മണിക്കുള്ളിൽ കൊല്ലും പോലും. നീ വേറെ വല്ല നമ്പർ നോക്ക്. ഇതൊക്കെ ഓൾഡാടേ. ഒന്നും മനസ്സിലാകുന്നില്ല. നീ എന്തൊക്കെയായി പറയണേ? നിനക്ക് എന്താ പറ്റിയേ? അഭിനയം മതിയടാ. എന്നെ ഊളയാക്കാൻ നിന്റെ ഈ നമ്പറൊന്നും പോരാ. കണ്ടു നോക്ക്. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ നിന്നെ ഞാൻ കൊല്ലും. ഇത് ഞാനല്ല. ഓറാക്കാതടാ. സത്യമായിട്ടും ഞാനല്ലടാ. ഇനി ചിലപ്പോ അയാളെങ്ങാനും ആയിരിക്കോ? ആര്? നീ പത്രം വായിക്കാറുണ്ടോ? വല്ലപ്പോഴും. എന്തേ? ഒരു സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ട്. അതിന്? മിനിയാന്ന് ഒരാളെ കൊന്നു. കൊലപാതകി ഒരു ഇടംകയ്യനാണെന്നാ പോലീസുകാർ പറയുന്നത്. ചുറ്റിക കൊണ്ട് തലക്കടിച്ചാ കൊല്ലുന്നത്. ചത്തു കഴിഞ്ഞിട്ടും തലക്കടിച്ചുകൊണ്ടേയിരിക്കും. നിന്നെ വിളിച്ചത് അയാളൊന്നും ആയിരിക്കില്ല. ഇത് നിന്നെ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും.
ഡാ അങ്ങനെ കാര്യം ചെയ്യാനടാ. എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല. ഡാ ഈ സീരിയൽ കില്ലർമാർക്ക് സൈക്കോ ആയിരിക്കില്ലേ? പിന്നെ അല്ലാതെ നല്ല ബുദ്ധിയും ബോധമുള്ള ആരെങ്കിലും മനുഷ്യരെ കൊല്ലാൻ നിൽക്കോടാ. കാലിഫോർണിയയിലോ മറ്റൊരുത്തൻ 32 പേരെയാ കൊന്നത്. ഒരു സോഡിയ കില്ലർ. ഇതുവരെ അവനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു മുഴുവട്ടനാവൻ. നിനക്കിനി എന്തെങ്കിലും വേണോ? വേണ്ട വേണ്ട. എന്നാൽ വാ, കൈ കഴുകിയിട്ട് വരാം. ഞാൻ ബില്ല് പേ ചെയ്തിട്ട് വരാം. നീ എവിടെ ഇരിക്കും? ഇല്ലില്ല, ഞാൻ അങ്ങോട്ട് തന്നെ വരുവാ. എടാ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നീ ചില്ലറില്ലെന്നല്ലേ പറഞ്ഞേ? എടാ കയ്യിൽ അപ്പം വെച്ചോ. അപ്പം അതുവരെ ഞാൻ ചെയ്യും. നീ ഒന്ന് കറങ്ങിയടിച്ചിട്ട് വാ. ഉഫ്. നീ കിടന്നായിരുന്നോടാ? എവിടെ? എൻ്റെ അമ്മോ, ഡാ അവിടെ മുടിഞ്ഞ പണിയായിരുന്നു. എൻ്റെ ഒരു ചേട്ടൻ കാനഡയിലേക്ക് പോവായിരുന്നു. അപ്പോൾ അവിടെ പാക്കിംഗ് ഒക്കെ ആയി ബിസിയായി. എന്നിട്ട് നീ കൊണ്ടുവിടാൻ പോയില്ലേ? അതിനൊക്കെ ഒരുപാട് പേരുണ്ടടാ. അവർ 3 പേര് ഒരുമിച്ചാ പോന്നെ. അല്ല, നീ എന്താ ഈ ജനലും വാതിലൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നേ? ഡാ നീ കളിക്കാൻ സത്യം പറ. നീയാണോ അതൊക്കെ ചെയ്യുന്നത്? മെസ്സേജ്, ഫോൺ കോള്, കത്ത്. നിർത്തറ പ്ലീസ്. സത്യം പറഞ്ഞപ്പോൾ ദേഷ്യമായിരുന്നേ. കത്തോ? ദേ അവിടെ ഇരിക്കുന്നു. അത് വായിച്ചു നോക്കിയേ. ഇന്ന് 12 മണിക്ക് മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. ചുറ്റി വെക്കണ്ടല്ലോ. ഇതാ റെസ്റ്റോറൻറ്റിലെ ബില്ലല്ലേ? ഇതിലാരാ ഇങ്ങനെയൊക്കെ എഴുതിയേ? ഡാ ഇനി ഇത് ചിലപ്പോൾ ആ കില്ലർ തന്നെ ആയിരിക്കുമോ? നീ പറഞ്ഞൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നു. പക്ഷെ അയാൾ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നേ? ഡാ പൊട്ടാ, ആ കൊലപാതകങ്ങളൊന്നും ഇവിടെ നടന്നതല്ല, വേറെ എവിടെയൊക്കെയോ നടന്നതാണ്. ആകെ അറിയുന്നത് അയാളൊരു ഇടം കയ്യനാണെന്നുള്ളതാ. പിന്നെ ചുറ്റിയെ കടിച്ചാൽ കൊല്ലുന്നതെന്നുമാ. നീ റിപ്പറിനൊക്കെ കുറിച്ച് കേട്ടില്ലേ? ഏതാണ്ടൊക്കെ അതുപോലെ തന്നെ. മാത്രമല്ല, ഇങ്ങനെ കത്തും മെസ്സേജ് അയച്ചിട്ട് മുന്നറിയിപ്പ് തന്നിട്ടൊന്നുമല്ല അയാൾ കൊല്ലുന്നത്. ഇതാരോ നിന്നെ ഫൂളാക്കുന്നതാ. അങ്ങനെ അടുത്തന്നെ ഇച്ചിരി ഓവറാ. ഡാ ടോണി, നീ സത്യം പറ. എന്നെ പറ്റിക്കല്ലേ നീ? എടാ മൈ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തലവേദന എടുത്തിട്ട് പാടില്ല. നീ വാ, ഒരു ചായ കുടിക്കാം. നമുക്ക് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? ഞാൻ സ്റ്റേഷനിൽ പോയി ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അവരന്വേഷിക്കാന്ന് പറഞ്ഞു. അത്ര തന്നെ. നിനക്ക് നല്ല പേടിയുണ്ടെന്ന് മനസ്സിലായി. നിന്നെ ഇന്ന് ഒറ്റയ്ക്കിടത്തുന്നത് ശരിയല്ല. ഞാനിന്ന് ഇവിടെ കിടക്കാം. കൊലപാതകി ഒരു ഇടംകയ്യനാണെന്നാ പോലീസുകാർ പറയുന്നത്. ചുറ്റിക കൊണ്ട് തലക്കടിച്ചാ കൊല്ലുന്നത്. ചത്തു കഴിഞ്ഞിട്ടും തലക്കടിച്ചുകൊണ്ടേ. ടോണി, ടോണി.